ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല നിങ്ങളുണ്ടായിട്ടുണ്ടാകുന്നത്. വളരെ കുറച്ച് ആർഗ്യുമെൻറ്റ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം, എപ്പോഴും തല്ലിപിടുത്തം അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിത്തുടങ്ങിയിട്ടുണ്ടായി ഈ വ്യക്തി നിങ്ങളെ യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അതേപോലത്തെ കുറേ സിറ്റുവേഷൻസൊക്കെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങളെ യൂസ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരികയും അങ്ങനെയൊക്കെ. പക്ഷേ ഒരിക്കലും അതല്ല, ആ ഒരു സിറ്റുവേഷനും സാഹചര്യവും അതായിരുന്നു എന്ന് തന്നെയാണ്. ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പകരം ഈ വ്യക്തി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് എങ്ങനെയെങ്കിലും ഈ വ്യക്തിക്ക് നേടിയെടുക്കണം എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ പല രീതിയിലുള്ള കുറേ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തെറ്റുകളായിട്ട് വന്ന് ഭവിക്കുകയായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് ഹാപ്പിനെസ് കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. അതായത് നിങ്ങൾ ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിൽ ഇതുവരെയും തല്ലുപിടുത്തമായിരുന്നെങ്കിൽ ഇനി അത് മാറി മറിഞ്ഞ് ഈ വ്യക്തി ഒരു പുതിയ ഒരാളായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഈ പല കപ്പിൾസും, അതായത് നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാ കപ്പിൾസും കൈപിടിച്ച് നടക്കുന്നത് കാണാം. അങ്ങനെ നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾ ചുറ്റിനും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതേവിടെ നമുക്ക് റൊമാൻറ്റിക് സർപ്രൈസിൻ്റെ കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സർപ്രൈസിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കുറേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങി നിങ്ങളെ സ്പോയിൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ഈ വ്യക്തിയുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പലരുമായിട്ടായിരിക്കാം, നിങ്ങൾ ഈ വ്യക്തിയുമൊക്കെ ആയിട്ടായിരിക്കാം ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒപ്പം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ഇനി പോകുന്നു. ഓക്കെ, ചിലപ്പോൾ ഒരേ കമ്പനിയിലായിരിക്കാം, ഒരേ ഓഫീസിലായിരിക്കാം. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട് ഈ വ്യക്തിയോടൊപ്പം നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ എനർജി കാണിക്കുന്നത്. അതായത് ഈ വ്യക്തിയുമൊത്ത് ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക്. അതായത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു വീടുണ്ടാക്കാൻ സാധിക്കുന്നു, കാറ് വാങ്ങാൻ സാധിക്കുന്നു, അങ്ങനെയുള്ള രീതിയിലോട്ട് ഈ റിലേഷൻഷിപ്പ് പോകും. പിന്നെ ഇവിടെ പറയാനുള്ളത്, നിങ്ങൾക്ക് കുറേ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചിലപ്പോൾ ബോഡിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ ബ്യൂട്ടിഫുൾ അല്ല എന്നുള്ളൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷേ ഈ വ്യക്തി അതൊന്നും കാര്യമാക്കുന്നില്ല. നിങ്ങളെന്താണോ അതാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി. പക്ഷെ അത് പുറത്തത് ആ വ്യക്തി സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഈ വ്യക്തിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതായത് പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പം ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് എന്ന് ഈ വ്യക്തിക്ക് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിലും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്നും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഈ വ്യക്തിയുടെ മൈൻഡിലുണ്ട്, കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവർക്ക് ഒന്നിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞ് എത്താനായിട്ട് സാധിക്കുന്നില്ല. അതായത് ഒരു എൻഡ് കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്നുള്ള രീതിയിൽ ഇവർ നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ. പക്ഷേ അതൊക്കെ മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണനെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി ഇവരുടെ സിസ്റ്ററോ അങ്ങനെയൊക്കെ ആകാം. ഒരു ഫീമെയിൽ എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിലിരിക്കുന്ന പൈസ വാങ്ങിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്.
നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ വഴക്കിടുന്നതും ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയായിരിക്കാം. അതുമൂലമായിരിക്കാം നിങ്ങളുടെ ഇടയിൽ കുറേ തല്ലുപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് പതിയെ ആ ഒരു തേർഡ് പാർട്ടീനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു തേർഡ് പാർട്ടീനെ ഇവരുടെ ആ ഒരു ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ വ്യക്തി വലിയ കാര്യമാക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിച്ച് പറയുന്നത്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഇവരുടെ കൊളീഗോ അവരെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നേക്കാളും ഭംഗി അവർക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഈ വ്യക്തിയുടെ കണ്ണിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആളും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതായത് മദറിൻ്റെ സൈഡിൽ നിന്നുണ്ടാവാം, ചിലവർക്ക് സിബ്ലിങ്സിൻ്റെ സൈഡിൽ നിന്നായിരിക്കാം പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു എൻഡിങ് ഈ വരും ദിവസങ്ങളിൽ വരുവാൻ പോകുന്നുണ്ട്. നിങ്ങളൊരു നല്ലൊരു സമാധാനം അനുഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും നിങ്ങൾ ചിരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് പറ്റാറില്ല എന്ന് തന്നെയാണ്. പക്ഷേ അത് തീർച്ചയായിട്ടും മാറുന്നതാണ്. പിന്നെ തേർഡ് പാർട്ടിയുടെ കാര്യം, നിങ്ങൾ ഇനി ഈ വ്യക്തിയുമായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് ഇനി പോകില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാവിധ നെഗറ്റീവുകളും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സമാധാനം അനുഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഇതുവരെയും എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു. അതായത് ആ ഒരു റൊമാൻറ്റിക്കായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ഓർത്ത് ചിരിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ വരാൻ പോകുന്നു. പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ പൈസ സമ്പാദിക്കാൻ പോകുന്നു. ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഒപ്പം ആയിരിക്കാം, അല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒപ്പം ഒരു കൊളീഗ് എന്നുള്ള രീതിയിൽ ഒരേ കമ്പനിയിലായിരിക്കാം വർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവായിട്ട് ചിന്തിക്കാണ്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ചുറ്റിനുള്ള കാര്യങ്ങൾ എന്താണോ തനിക്ക് ചെയ്യാനുള്ളത് അതിലൊക്കെ എൻഗേജ്ഡ് ആവാം. അതായത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ നിങ്ങൾ കടക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പും നന്നാകാനായിട്ട് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമുള്ള റീഡിങ്. താങ്ക് യു. ബി പോസിറ്റീവ്.